ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് പേരുടെ സംശയത്തിന് ഉള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും 2024 ഏപ്രിൽ കേറ്ററ്റ് റിസൾട്ട് എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത കേറ്ററ്റ് ഇനി എന്നത്തേക്കായിരിക്കും, അതുപോലെ തന്നെ അടുത്ത കേറ്ററ്റിന് നമ്മളിപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യകത ഉണ്ടോ, പിന്നെ നമുക്കറിയാം 1, 3, 5, 7, 9 പാഠപുസ്തകങ്ങൾ മാറി. ഈ വരുന്ന പരീക്ഷയിൽ, അതായത് ഇനിയും വരാൻ പോകുന്ന കേറ്ററ്റ് പരീക്ഷയിൽ ഈ പാഠപുസ്തകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് ഡെയിലി നമ്മുടെ അടുക്കൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടികളോട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് കാണുക. ഒന്നാമതായിട്ട് 2024 നമുക്കറിയാം ഏപ്രിൽ നമ്മുടെ കേറ്ററ്റ് എക്സാം നടന്നിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നില്ല. അതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നു, പക്ഷേ റെക്ടിഫൈഡ് ആൻസർ കീ ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. നമ്മൾക്ക് അറിയാനായിട്ട് സാധിച്ചത് അടുത്ത മാസം, ഇപ്പോൾ ഓഗസ്റ്റാണ്, സെപ്റ്റംബറോട് കൂടി റെക്ടിഫൈഡ് ആൻസർ കീയും അതുപോലെ തന്നെ റിസൾട്ടും പബ്ലിഷ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം അടുത്ത മാസം അവസാനത്തോടു കൂടി തന്നെ ഈ പറയുന്ന 2024 ഏപ്രിലിൽ നടന്ന പരീക്ഷയുടെ കേറ്ററ്റ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സംശയം വീഴുന്നതാണ്, അടുത്ത കേറ്ററ്റ് ഇനിയും എന്നത്തേക്കായിരിക്കും. നമുക്കറിയാം 2024 ഏപ്രിലെ കേറ്ററ്റ് റിസൾട്ട് ഈ പറയുന്ന സെപ്റ്റംബർ മാസത്തിൽ വന്നാൽ ഏകദേശം ഒരു 1.5 മാസത്തോളം അതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പം സെപ്റ്റംബറിൽ നടന്നാൽ ഒക്ടോബർ, നവംബർ എന്നീ കാലയളവിൽ ഇതിൻ്റെ വെരിഫിക്കേഷനൊക്കെ ആയിട്ട് സമയം പോകും. നവംബറിൽ അടുത്ത പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഡിസംബറിലേക്ക് പരീക്ഷ നടക്കണം. നമുക്കറിയാം വർഷത്തിൽ 3 തവണ ഉണ്ടായിരുന്ന കേറ്ററ്റ് ഇപ്പോൾ 2 തവണയായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വർഷാവസാനം 2024 നവംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യത്തോടു കൂടി തന്നെ അടുത്ത കേറ്ററ്റ് പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെയുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇപ്പം നടന്ന പരീക്ഷകളെല്ലാം തന്നെ നമുക്കറിയാം ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ്റെ നിലവാരത്തിൽ നല്ല മാറ്റങ്ങളുണ്ട്. നല്ല കടുകട്ടിയുള്ള ചോദ്യങ്ങളാണ് കേറ്ററ്റിന് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വരാൻ പോകുന്ന കേറ്ററ്റിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചില സംശയങ്ങൾ ഉതിരുന്നുണ്ട്. അതിനുള്ള മറുപടി ഇതാണ്, ഒബ്വിയസ്ലി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ ഓഗസ്റ്റായി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 4 മാസം, അതായത് 30 ദിവസം വെച്ച് കൂട്ടിയാൽ 120 ദിവസം, നമുക്കൊരു ആവറേജ് 100 ദിവസം എടുത്താൽ, പരീക്ഷയ്ക്ക് ഇനി 100 ദിവസം എടുത്താൽ ആകെ പഠിക്കാനായിട്ട് ഇത്രയും ദിവസം കിട്ടുന്നുള്ളൂ. നമുക്കറിയാം പഠിക്കേണ്ടത് 5 സബ്ജക്റ്റുകളാണ്. നമ്മൾ മെയിൻലി കോച്ചിങ് നടക്കുന്നത് 1നും 2നുമാണ്. അതുകൊണ്ടാണ് അതിനെ ബേസ് ചെയ്ത് പറയുന്നത്. അപ്പം ഈ 5 സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് 20 ദിവസം പോലും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ കടുകട്ടിയായിട്ടുള്ള എക്സാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്ന പാറ്റേണിലുള്ള എക്സാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് 45 അല്ലെങ്കിൽ 50 ദിവസത്തിനകം തന്നെ പരീക്ഷ വരും. ഇത്രയും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയമേ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെ പഠിക്കാത്തവരുണ്ട് എങ്കിൽ ഇപ്പം തന്നെ അത് പഠിച്ചു തുടങ്ങണം. അല്ലാതെ സമയം നാളത്തേക്ക് മാറ്റി വെക്കരുത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്, പുതിയ പാഠപുസ്തകങ്ങൾ നമ്മുടെ വരുന്ന കേറ്ററ്റ് എക്സാമിനെ സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. തീർച്ചയായിട്ടും സ്വാധീനിക്കും. നമുക്കറിയാം 1, 3, 5, 7, 9 ടെക്സ്റ്റ് ബുക്കുകൾ ഈ 2024-25 അധ്യയന വർഷത്തിൽ മാറിയിട്ടുണ്ട്. നമുക്കറിയാം അതിൽ വന്ന മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളൊക്കെ ഇല്ലെങ്കിലും കുറേയൊക്കെ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേഷൻ വെച്ചുകൊണ്ട് ടീച്ചേഴ്സായി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ, പഴയ ടെക്സ്റ്റ് ബുക്കായിട്ട് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ചില സിമിലാരിറ്റീസ് അവിടെ ഇവിടെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കാണാനായിട്ട് സാധിക്കും. ചില പാഠഭാഗങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റം, ചില കോൺസെപ്റ്റ് പുതിയതായിട്ട് ആഡാക്കിയത്, ചില കോൺസെപ്റ്റുകൾ എടുത്തു കളഞ്ഞത്, ഇതൊക്കെയാണ് ചെറുതായിട്ട് വന്ന മാറ്റങ്ങൾ. പിന്നെ പുതിയ കുറേ കോൺസെപ്റ്റുകൾ ഇതിനകത്ത് ആഡ് ഓൺ ആക്കി. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷയ്ക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയത്. നമുക്കറിയാം 2023 നമ്മുടെ ടീച്ചേഴ്സിന് തന്നെയായിട്ട്, സർവീസിലുള്ള ടീച്ചേഴ്സിന് തന്നെയായിട്ട് ഒരു എക്സാം നടന്നു. അത് തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനാണ് ഈ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത്. അല്ലാതെ ഒരു 3-4 വർഷം മുമ്പ് 2019-22 കാലയളവിലൊക്കെയുള്ള പരീക്ഷയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഒരു ആവറേജ് പഠിക്കുന്ന ആൾക്ക് പോലും നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജയിച്ചു പോകാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഈ പറയുന്ന കേറ്ററ്റ് എക്സാം. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ കടന്നുവരവ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ മീഡിയത്തിൽ വന്ന വലിയൊരു മാറ്റം, വലിയൊരു തിരിച്ചടിയാണ്
നമ്മുടെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇനിയും വരുന്ന പരീക്ഷകളെ നമ്മൾ ഇനിയും വരുന്ന പരീക്ഷകളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള പഠനമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഇപ്പം നമ്മുടെ കോച്ചിങ് സെൻറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പൊക്കി പറയുന്നതല്ല, നിങ്ങൾക്കറിയാം. ഞാൻ വളരെ 7 വർഷമായിട്ട് നമ്മൾ 2018 കൂടി 19 കാലയളവിലാണ് ഈ ഒരു സ്പൈറൽ അപ്പ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഒരു 6-7 വർഷത്തോളം ഇതാകാറായി. നമ്മൾ ആദ്യമൊക്കെ ഈ ഒരു കോച്ചിങ് വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, കേരളത്തിലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ പറയുന്ന കേറ്ററ്റ് എക്സാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇൻ കേസ് അവിടെ ഫീസ് അടയ്ക്കാനില്ലാത്ത ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഫീസ് വാങ്ങിക്കാറില്ല. പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കറിയാം, ഞാൻ നിങ്ങളുടെ കടുംപിടുത്തം പിടിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോച്ചിങ് സെൻറ്ററിലേക്ക് വരുന്ന ഏതൊരു കുട്ടിയെയും നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാതിരിക്കരുത്. ആർക്കും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാതിരിക്കുന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ച് നാളെ മുതൽ, അതായത് തിങ്കളാഴ്ച നമ്മൾ ചിങ്ങം 1-നായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇന്നലെയായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. നമ്മൾ നാളെ മുതലാണ് ക്ലാസ്സുകൾ നമുക്ക് റേസായി തുടങ്ങുന്നത്, റണ്ണായി തുടങ്ങുന്നത്. ലൈവ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. വൈകുന്നേരം 9 മണിക്കും അതുപോലെ തന്നെ രാവിലെ 5 മണിക്കുമായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ആകുന്നത്. കൂട്ടത്തിൽ റെക്കോർഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് എങ്കിൽ ആ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറിനകത്ത് തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പുകളിൽ ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡറായിട്ടുള്ള വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ടുകൾ, അതുപോലെ തന്നെ സംശയ നിവാരണത്തിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു സ്ട്രാറ്റജിയാണ്, എല്ലാ സൺഡേയും നമ്മൾ ഈ ഒരു വീക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു വീക്കിലി എക്സാം പോലെ നമ്മൾ ഗൂഗിൾ ഫോമിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പാതിരാത്രി വേണേലും അപ്പോൾ വേണേലും വിളിച്ചു ചോദിക്കാൻ പറ്റുന്ന സംശയത്തിനുള്ള മറുപടികൾ നമ്മൾ തരുന്നതാണ്. നിങ്ങൾക്കൊരു കോമൺ ഗ്രൂപ്പും ഒരു അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പും നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾ ജോയിനായി നമ്മൾ ക്രിയേറ്റ് ആക്കി തരും. കോമൺ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടാനും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുവാനും ബാക്കിയുള്ള നമ്മുടെ മെമ്പേഴ്സുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്കൊരു അവസരം കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളോട് പേഴ്സണലായിട്ട് ചോദിക്കാം. ഇങ്ങനെ ഒരു ഒട്ടനവധി അവസരങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ആകുന്നുണ്ട്. നമ്മളിവിടെ വാങ്ങിക്കുന്ന കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 750 രൂപയാണ് കാറ്റഗറി 1-നും കാറ്റഗറി 2-നുമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. അതായത് ഈ വരുന്ന പരീക്ഷ എന്നാണോ അന്ന് വരേക്കും നമ്മൾ വാങ്ങിക്കുന്ന ആകെ ഫീസ് 750 രൂപയാണ്. ഇനി അതും അടയ്ക്കാനായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ഈ താഴെ കൊടുക്കുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കതിനും പരിഹാര മാർഗ്ഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും പഠിക്കാതിരിക്കരുത്. വരുന്ന കേറ്റിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മാത്രം മതി. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം പരീക്ഷകളെ നമ്മൾ നെഗറ്റീവ് മാർക്ക് പോലും ഇല്ല. അപ്പം അങ്ങനെ വരുന്ന പരീക്ഷകളെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ നല്ല രീതിക്ക് നമ്മൾ അഭിമുഖീകരിച്ച് മുൻപോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ജോയിൻ ചെയ്യേണ്ടവർക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രയത്നിക്കുക, നല്ല വ്യക്തികളായിട്ട് മാറുക. ഓക്കെ, താങ്ക് യു.